ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗങ്ങൾ ഉൽപ്പത്തി പുസ്തകം അധ്യായങ്ങൾ 21 മുതൽ 24 വരെയും സങ്കീർത്തനങ്ങൾ 21 മുതൽ 23 വരെയും. ഉൽപ്പത്തി അധ്യായം 21. ഇസഹാക്കിന്റെ ജനനം. അരുൾ ചെയ്തിരുന്നതുപോലെ കർത്താവ് സാറായെ സന്ദർശിച്ചു. കർത്താവ് അറിയിച്ചിരുന്നതുപോലെ സാറായോട് വർത്തിക്കുകയും ചെയ്തു. ദൈവം അബ്രാഹത്തെ അറിയിച്ചിരുന്ന നിശ്ചിത സമയത്ത് സാറ ഗർഭം ധരിച്ചു. അവന്റെ വാർദ്ധക്യത്തിൽ അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. അബ്രാഹം തനിക്ക് ജനിച്ച പുത്രന് സാറ പ്രസവിച്ച പുത്രന് ഇസഹാക്ക് എന്ന് പേരിട്ടു. ദൈവം അബ്രാഹത്തോട് കൽപ്പിച്ചിരുന്നതുപോലെ അവൻ തന്റെ പുത്രന് ഇസഹാക്കിന് 8-ാം ദിവസം പരിച്ഛേദന നടത്തി. പുത്രൻ ഇസഹാക്ക് ജനിച്ചപ്പോൾ അബ്രാഹത്തിന് 100 വയസ്സായിരുന്നു. സാറ പറഞ്ഞു, ദൈവം എനിക്ക് ചിരി ഉളവാക്കിയിരിക്കുന്നു, കേൾക്കുന്നവരെല്ലാം എന്നെ പ്രതി ചിരിക്കും. അവൾ തുടർന്നു, സാറ കുഞ്ഞുങ്ങളെ മുലയൂട്ടുമെന്ന് ആരെങ്കിലും അബ്രാഹത്തോട് പറയുമായിരുന്നോ? എന്നാൽ ഞാൻ അവന്റെ വാർദ്ധക്യത്തിൽ ഒരു പുത്രനെ പ്രസവിച്ചിരിക്കുന്നു. ഇസ്മായേൽ പുറന്തള്ളപ്പെടുന്നു. കുഞ്ഞു വളർന്ന് മുലകുടി മാറി. ഇസഹാക്കിനെ മുലകുടി മാറ്റിയ ദിവസം അബ്രാഹം വലിയൊരു വിരുന്ന് നടത്തി. ഈജിപ്തുകാരി ഹാഗാറിന്റെ പുത്രനെ അബ്രാഹത്തിനായി അവൾ ജന്മം കൊടുത്തവനെ സാറ കണ്ടു. അവൻ കളിക്കുകയായിരുന്നു. അവൾ അബ്രാഹത്തോട് പറഞ്ഞു, ആ അടിമ പെണ്ണിനെയും അവളുടെ മകനെയും ഇറക്കി വിടുക. എന്റെ മകനോടൊപ്പം ഇസഹാക്കിനോടൊപ്പം ആ അടിമ പെണ്ണിന്റെ മകൻ അവകാശിയാകാൻ പാടില്ല. തന്റെ പുത്രനെ സംബന്ധിച്ച ഇക്കാര്യം അബ്രാഹത്തിന്റെ ദൃഷ്ടികളിൽ ഏറെ സങ്കടകരമായിരുന്നു. എന്നാൽ ദൈവം അബ്രാഹത്തോട് അരുൾ ചെയ്തു, കുട്ടിയെക്കുറിച്ചും നിന്റെ ദാസിയെക്കുറിച്ചും സാറ നിന്നോട് പറയുന്നതൊന്നും നിന്റെ ദൃഷ്ടികളിൽ സങ്കടകരമാകാതിരിക്കട്ടെ. അവളുടെ സ്വരം നീ ശ്രവിക്കുക, കാരണം നിന്റെ സന്തതി അറിയപ്പെടുന്നത് ഇസഹാക്കിലൂടെയായിരിക്കും. ദാസിയുടെ പുത്രനെയും ഞാനൊരു ജനതയാക്കും, കാരണം അവനും നിന്റെ സന്തതിയാണല്ലോ. അബ്രാഹം അതിരാവിലെ എഴുന്നേറ്റ് അപ്പവും വെള്ളവും നിറച്ച തുകൽ സഞ്ചിയും എടുത്ത് ഹാഗാറിന് നൽകി. കുട്ടിയെ തോളിൽ വെച്ചുകൊടുത്ത് അവളെ പറഞ്ഞയച്ചു. അവൾ ബർഷേബ മരുപ്രദേശത്ത് അലഞ്ഞു നടന്നു. തുകൽ സഞ്ചിയിലെ വെള്ളം തീർന്നപ്പോൾ അവൾ കുട്ടിയെ കുറ്റിച്ചെടികളൊന്നിന്റെ ചുവട്ടിൽ ഉപേക്ഷിച്ചു. കുട്ടിയുടെ മരണം ഞാൻ കാണാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ ഒരമ്പയത്തു ദൂരം മാറി എതിർവശത്തേക്ക് തിരിഞ്ഞിരുന്നു. അവിടെയിരുന്ന് അവൾ സ്വരമുയർത്തി കരഞ്ഞു. അപ്പോൾ കുട്ടിയുടെ സ്വരം ദൈവം കേട്ടു. ദൈവത്തിന്റെ ദൂതൻ ആകാശത്തു നിന്ന് ഹാഗാറിനെ വിളിച്ച് അവളോട് ചോദിച്ചു, ഹാഗാർ, നിനക്ക് എന്തു പറ്റി? നീ ഭയപ്പെടേണ്ട. എന്തെന്നാൽ ദൈവം കുട്ടിയുടെ സ്വരം അവനായിരിക്കുന്ന ഇടത്തു നിന്ന് കേട്ടിരിക്കുന്നു. നീ എഴുന്നേറ്റ് കുട്ടിയെ എടുക്കുക, നിന്റെ കരം കൊണ്ട് അവനെ മുറുകെ പിടിക്കുക. ഞാൻ അവനെ വലിയൊരു ജനതയാക്കും. ദൈവം അവളുടെ കണ്ണു തുറന്നു. അവൾ വെള്ളമുള്ള ഒരു കിണർ കണ്ടു. അവൾ ചെന്ന് തുകൽ സഞ്ചിയിൽ വെള്ളം നിറച്ച് കുട്ടിക്ക് കുടിക്കാൻ കൊടുത്തു. ദൈവം ആ കുട്ടിയോടുകൂടെയുണ്ടായിരുന്നു. അവൻ വളർന്നു, മരുഭൂമിയിൽ പാർത്തു, സമർത്ഥനായ വില്ലാളിയായി തീർന്നു. അവൻ പാരാൻ മരുഭൂമിയിൽ പാർത്തു. അവന്റെ അമ്മ അവനു വേണ്ടി ഈജിപ്ത് ദേശത്തു നിന്ന് ഒരു ഭാര്യയെ കണ്ടെത്തി. അബ്രഹവും അബിമേലെക്കും തമ്മിലുള്ള ഉടമ്പടി. അക്കാലത്ത് അബിമേലെക്കും അവന്റെ സൈന്യാധിപൻ ഫിക്കോളും അബ്രാഹത്തോട് ഇപ്രകാരം പറഞ്ഞു, നീ ചെയ്യുന്നതിലെല്ലാം ദൈവം നിന്നോടുകൂടെയുണ്ട്. നീ എന്നോടും എന്റെ അനന്തരഗാമിയോടും പിൻതലമുറക്കാരോടും വ്യാജമായി വർത്തിക്കുകയില്ലെന്ന് ഇപ്പോൾ ദൈവത്തെ കൊണ്ട് ഇവിടെ വെച്ച് എന്നോട് ശപഥം ചെയ്യണം. ഞാൻ നിന്നോട് ചെയ്ത കാരുണ്യമനുസരിച്ച് എന്നോട് നീ പ്രവാസിയായി പാർത്തുവരുന്ന ഈ നാടിനോടും പ്രവർത്തിക്കണം. ഞാൻ ശപഥം ചെയ്യുന്നു, അബ്രാഹം പറഞ്ഞു. പിന്നീട് അബിമേലെക്കിന്റെ ദാസന്മാർ പിടിച്ചെടുത്ത വെള്ളമുള്ള കിണറിനെ സംബന്ധിച്ച് അബ്രാഹം അബിമേലെക്കിനെ കുറ്റപ്പെടുത്തി. അപ്പോൾ അബിമേലെക്ക് പറഞ്ഞു, ആരാണ് ഇക്കാര്യം ചെയ്തതെന്ന് എനിക്കറിഞ്ഞുകൂടാ. നീ ആകട്ടെ എന്നെ അറിയിച്ചിരുന്നുമില്ല. ഇന്നല്ലാതെ ഞാൻ ഇതേക്കുറിച്ച് കേട്ടിട്ടുമില്ല. അബ്രാഹം അബിമേലെക്കിന് ആടുമാടുകളെ കൊണ്ടുവന്നു കൊടുത്തു. അവരിരുവരും ഒരു ഉടമ്പടിയുണ്ടാക്കി. അബ്രാഹം ആട്ടിൻപറ്റത്തിലെ 7 പെണ്ണാടുകളെ മാറ്റി നിർത്തി. അബിമേലെക്ക് അബ്രാഹത്തോട് ചോദിച്ചു, നീ മാറ്റി നിർത്തിയിരിക്കുന്ന ഈ 7 പെണ്ണാടുകളുടെ അർത്ഥമെന്ത്? അവൻ പറഞ്ഞു, ഈ 7 പെണ്ണാടുകളെ എന്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുക വഴി ഞാനാണ് ഈ കിണർ കുഴിച്ചത് എന്നതിന് നീ തന്നെയായിരിക്കും എനിക്കുള്ള സാക്ഷി. ആ സ്ഥലത്തിന് ബർഷേബ എന്ന് പേരുണ്ടായി, കാരണം അവിടെ വെച്ച് അവർ 2 പേരും ശപഥം ചെയ്തു. അങ്ങനെ ബർഷേബായിൽ വെച്ച് അവർ ഒരു ഉടമ്പടിയുണ്ടാക്കി. അനന്തരം അബിമേലെക്കും സേനാധിപതിയായ ഫിക്കോളും എഴുന്നേറ്റ് ഫിലിസ്ത്യരുടെ നാട്ടിലേക്ക് തിരിച്ചുപോയി. അബ്രാഹം ബേർഷെബായിൽ ഒരു ഫാനുക വൃക്ഷം നട്ടുപിടിപ്പിക്കുകയും
അവിടെ വെച്ച് കർത്താവിനെ നിത്യനായ ദൈവം എന്ന് വിളിക്കുകയും ചെയ്തു. അബ്രാഹം ഫിലിസ്തീരുടെ നാട്ടിൽ വളരെ കാലം വിപ്രവാസിയായിരുന്നു. ഉൽപ്പത്തി അധ്യായം 22. അബ്രാഹത്തിന്റെ ബലി. ഈ സംഭവങ്ങൾക്ക് ശേഷം ദൈവം അബ്രാഹത്തെ പരീക്ഷിച്ചു. അവിടുന്ന് അവനെ വിളിച്ചു. അബ്രാഹം, ഇതാ ഞാൻ. അവൻ മറുപടി പറഞ്ഞു. അവിടുന്ന് പറഞ്ഞു, നിന്റെ പുത്രൻ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകപുത്രൻ ഇസ്ഹാക്കിനെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോവുക. അവിടെ ഞാൻ നിന്നോട് പറയുന്ന മലകളിൽ ഒന്നിന്റെ മുകളിൽ നീ അവനെ ഹോമയാഗമായി അർപ്പിക്കണം. അബ്രാഹം അതിരാവിലെ ഉണർന്ന് കഴുതയ്ക്ക് ജീനിയിട്ട് തന്നോടൊപ്പം 2 ബാല്യക്കാരെയും മകൻ ഇസ്ഹാക്കിനെയും കൂട്ടി ഹോമയാഗത്തിന് വേണ്ട വിറകും കീറി ദൈവം അവനോട് പറഞ്ഞ സ്ഥലത്തേക്ക് നടന്നു നീങ്ങി. 3-ാം ദിവസം അബ്രാഹം തന്റെ കണ്ണുകൾ ഉയർത്തി അകലെ നിന്ന് ആ സ്ഥലം കണ്ടു. തന്റെ ബാല്യക്കാരോട് അബ്രാഹം പറഞ്ഞു, കഴുതയുമായി നിങ്ങൾ ഇവിടെ തങ്ങുക. ഞാനും കുട്ടിയും അവിടം വരെ പോയി ആരാധിച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാം. അബ്രാഹം ഹോമയാഗത്തിനുള്ള വിറകെടുത്ത് മകൻ ഇസ്ഹാക്കിന്റെ മേൽ വെച്ചുകൊടുത്തു. തീയും കത്തിയും തന്റെ കയ്യിലും എടുത്തു. അവരിരുവരും ഒരുമിച്ച് നടന്നു. ഇസ്ഹാക്ക് തന്റെ പിതാവായ അബ്രാഹത്തോട് സംസാരിച്ചു തുടങ്ങി. എന്റെ പിതാവേ എന്ന് അവൻ വിളിച്ചു. ഇതാ ഞാൻ, എന്റെ മകനെ. അവൻ വിളി കേട്ടു. അവൻ ചോദിച്ചു, ഇതാ തീയും വിറകും, എന്നാൽ ദഹനബലിക്കുള്ള കുഞ്ഞാടെവിടെ? അബ്രാഹം മറുപടി പറഞ്ഞു, എന്റെ മകനെ, ഹോമയാഗത്തിനുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ കണ്ടിരിക്കും. അവരിരുവരും ഒരുമിച്ച് നടന്നു. ദൈവം അവനോട് പറഞ്ഞിരുന്ന സ്ഥലത്ത് അവരെത്തിയപ്പോൾ അബ്രാഹം അവിടെ ബലിപീഠം പണിത് വിറകടുക്കി തന്റെ പുത്രൻ ഇസ്ഹാക്കിനെ ബന്ധിച്ച് ബലിപീഠത്തിൽ വിറകിനു മേൽ കിടത്തി. മകനെ ബലി കഴിക്കാൻ അബ്രാഹം കൈ നീട്ടി കത്തിയെടുത്തു. എന്നാൽ കർത്താവിന്റെ ദൂതൻ ആകാശത്തു നിന്ന് അവനെ വിളിച്ചു. അബ്രാഹം, അബ്രാഹം, ഇതാ ഞാൻ. അവൻ മറുപടി പറഞ്ഞു. ദൂതൻ പറഞ്ഞു, കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത്, അവനെ ഒന്നും ചെയ്യരുത്. കാരണം നീ ദൈവഭയമുള്ളവനാണെന്ന് ഇപ്പോൾ ഞാൻ അറിയുന്നു. നിന്റെ ഒരേ ഒരു പുത്രനെ നീ എന്നിൽ നിന്ന് ഒഴിവാക്കിയില്ല. അബ്രാഹം തന്റെ കണ്ണുകൾ ഉയർത്തി നോക്കി. ഇതാ പുറകിലായി കുറ്റിച്ചെടികൾക്കിടയിൽ കൊമ്പുടക്കി കിടക്കുന്ന മുട്ടാട്. അബ്രാഹം ചെന്ന് ആ മുട്ടാടിനെ എടുത്ത് തന്റെ മകന് പകരം ഹോമയാഗം അർപ്പിച്ചു. അബ്രാഹം ആ സ്ഥലത്തിന് യാഹ്വേ ഈരെ എന്ന് പേരിട്ടു. അതാണ് കർത്താവിന്റെ മലയിൽ അവിടുന്ന് പ്രത്യക്ഷപ്പെടും എന്ന് ഇന്ന് പറയപ്പെടുന്നത്. കർത്താവിന്റെ ദൂതൻ ആകാശത്തു നിന്ന് 2ാമതും അബ്രാഹത്തെ വിളിച്ചു. അവൻ പറഞ്ഞു, ഞാൻ എന്നെ കൊണ്ട് ശപഥം ചെയ്യുന്നു. കർത്താവിന്റെ അരുളപ്പാട്, നിന്റെ ഒരേ ഒരു പുത്രനെ ഒഴിവാക്കാതെ നീ ഇക്കാര്യം ചെയ്യുകയാൽ ഞാൻ നിന്നെ തീർച്ചയായും അനുഗ്രഹിക്കും. നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണൽത്തരികൾ പോലെയും നിശ്ചയമായും ഞാൻ വർദ്ധിപ്പിക്കും. നിന്റെ സന്തതി ശത്രുക്കളുടെ കവാടം കൈവശപ്പെടുത്തും. നീ എന്റെ സ്വരം ശ്രവിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ എല്ലാ ജനതകളും തങ്ങളെ തന്നെ അനുഗ്രഹിക്കും. അബ്രാഹം തന്റെ ബാല്യക്കാരുടെ അടുത്ത് മടങ്ങിയെത്തി. അവർ എഴുന്നേറ്റ് ബർഷബായിലേക്ക് ഒരുമിച്ച് നടന്നു. അബ്രാഹം ബർഷബായിൽ പാർത്തു. ഈ സംഭവങ്ങൾക്ക് ശേഷം അബ്രാഹത്തിന് ഇപ്രകാരം സന്ദേശം ലഭിച്ചു. ഇതാ മിൽക്കായും നിന്റെ സഹോദരൻ നാഹൂറിന് സന്താനങ്ങളെ പ്രസവിച്ചിരിക്കുന്നു. അവർ ആദ്യജാതനായ ഊസ്, അവന്റെ സഹോദരൻ ബോസ്, ആരാമിന്റെ പിതാവായ കെമുവേൽ, കേസദ്, ഹാസോ, പിൽഷാദ്, ഇദ്ലാഹ്, ബെത്തുവേൽ എന്നിവരാണ്. ബെത്തുവേലാണ് റബേക്കായെ ജനിപ്പിച്ചത്. അബ്രാഹത്തിന്റെ സഹോദരനായ നാഹൂറിന് മിൽക്കായിൽ ഉണ്ടായവരാണ് അവർ 8 പേരും. കൂടാതെ റെവുമ എന്നു പേരുള്ള അവന്റെ ഉപനാരിയും തേബഹ്, ഗഹം, തഹഷ്, മാക്കാഹ് എന്നിവരെ പ്രസവിച്ചു. ഉൽപ്പത്തി അധ്യായം 23. സാറായുടെ മരണം. സാറ 127 വർഷം ജീവിച്ചിരുന്നു. അതാണ് സാറായുടെ ജീവിതകാലം. കിരിയാത്ത് അർബായിൽ വെച്ച്, അതായത് കാനാൻ ദേശത്തുള്ള ഹെബ്രോണിൽ വെച്ച് സാറ മരിച്ചു. സാറായെ പ്രതി വിലപിക്കാനും കരയാനും അബ്രാഹം എത്തി. മരിച്ചവളുടെ അടുക്കൽ നിന്ന് എഴുന്നേറ്റ് അബ്രാഹം ഹിത്യരോട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഇടയിൽ പ്രവാസിയും കുടികിടപ്പുകാരനുമാണ്. നിങ്ങളുടെ ഇടയിൽ ഉടമാവകാശത്തോടു കൂടിയ ഒരു കബറിടം എനിക്ക് തരിക. എന്റെ മരിച്ചവളെ എന്റെ മുൻപിൽ നിന്ന് ഞാൻ മറവ് ചെയ്യട്ടെ. ഹിത്യർ അബ്രാഹത്തോട് മറുപടിയായി ഇങ്ങനെ പറഞ്ഞു, യജമാനനെ, ഞങ്ങളെ കേട്ടാലും. അങ്ങ് ഞങ്ങളുടെ ഇടയിലെ ശക്തനായ പ്രഭുവാണ്. അങ്ങയുടെ മരിച്ചവളെ ഞങ്ങളുടെ ഏറ്റവും നല്ല കബറിടത്തിൽ അടക്കിക്കൊള്ളുക. ഞങ്ങളിൽ ഒരുവൻ പോലും തന്റെ കബറിടം അങ്ങയുടെ മരിച്ചവളെ അടക്കാൻ അങ്ങേക്ക് നിഷേധിക്കില്ല. അബ്രാഹം എഴുന്നേറ്റ് നാട്ടുകാരായ ഹിത്യരെ വണങ്ങി.
അവൻ അവരോട് ഇപ്രകാരം പറഞ്ഞു, എന്റെ മരിച്ചവളെ സംസ്കരിക്കുന്നതിന് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശ്രവിച്ച് സോഹാറിന്റെ പുത്രനായ എഫ്രോനെ എനിക്ക് വേണ്ടി പോയി കാണണം. അവന്റെ പറമ്പിന്റെ അതിർത്തിയിൽ അവനുള്ള മക്പെല ഗുഹ എനിക്ക് നൽകട്ടെ. നിങ്ങളുടെ ഇടയിൽ ഉടമാവകാശത്തോടു കൂടിയ ഒരു കബറിടമായി എനിക്ക് മുഴുവൻ വിലയ്ക്കും അവൻ അത് തരട്ടെ. ഹിത്യരുടെ ഇടയിൽ തന്നെ എഫ്രോൻ ഇരിപ്പുണ്ടായിരുന്നു. ഹിത്യരും തന്റെ നഗരവാതിൽക്കൽ വന്ന എല്ലാവരും കേൾക്കെ ഹിത്യനായ എഫ്രോൻ അബ്രാഹത്തോട് ഇങ്ങനെ പ്രതിവചിച്ചു, അങ്ങനെയല്ല പ്രഭു, എന്നെ ശ്രവിച്ചാലും ആ പറമ്പ് അങ്ങേക്ക് ഞാൻ സമ്മാനിക്കുന്നു. അതിലുള്ള ഗുഹയും അങ്ങേക്ക് ഞാൻ തരുന്നു. എന്റെ ജനത്തിന്റെ കൺമുൻപിൽ വെച്ച് അങ്ങേക്ക് ഞാനത് തരുന്നു. അങ്ങയുടെ മരിച്ചവളെ അടക്കിക്കൊള്ളുക. അബ്രാഹം നാട്ടുകാർക്ക് മുൻപിൽ വണങ്ങി. നാട്ടുകാർ കേൾക്കെ അവൻ എഫ്രോനോട് ഇങ്ങനെ പറഞ്ഞു, ദയവായി എന്നെ കേട്ടാലും ഞാൻ പറമ്പിന്റെ വില തരുന്നു. എന്നിൽ നിന്ന് സ്വീകരിച്ചാലും എന്റെ മരിച്ചവളെ അവിടെ ഞാൻ സംസ്കരിക്കട്ടെ. എഫ്രോൻ അബ്രാഹത്തോട് മറുപടിയായി പറഞ്ഞു, പ്രഭു, എന്നെ ശ്രവിച്ചാലും 400 ഷെക്കൽ വെള്ളിയുടെ ഒരു തുണ്ടുഭൂമി എന്നത് എനിക്കും അങ്ങേക്കുമിടയിൽ എന്താണ്? അങ്ങയുടെ മരിച്ചവളെ സംസ്കരിച്ചുകൊള്ളുക. അബ്രാഹം എഫ്രോനെ ശ്രവിച്ചു. ഹിത്യർ കേൾക്കെ എഫ്രോൻ പറഞ്ഞ 400 ഷെക്കൽ വെള്ളി കച്ചവടക്കാരുടെ ഇടയിലെ നടപ്പനുസരിച്ച് അബ്രാഹം എഫ്രോണിന് തൂക്കിക്കൊടുത്തു. അങ്ങനെ അവൻ മാമ്രയ്ക്കടുത്ത് മക്പെലായിലുള്ള എഫ്രോന്റെ പറമ്പും അവിടെയുണ്ടായിരുന്ന ഗുഹയും പറമ്പിലും അതിന്റെ ചുറ്റതിർത്തികളിലുമുള്ള എല്ലാ വൃക്ഷങ്ങളുമടക്കം കരാർ ഉറപ്പിച്ചു. ഹിത്യരുടെയും നഗരവാതിൽക്കൽ വന്നവരുടെയും സമക്ഷം അബ്രാഹത്തിന് അത് അവകാശമായി തീർന്നു. അതിനുശേഷം അബ്രാഹം തന്റെ ഭാര്യ സാറായെ മാമ്രയ്ക്ക് മുമ്പിൽ മക്പെലായിലെ പറമ്പിലുള്ള ഗുഹയിൽ, അതായത് കാനാൻ ദേശത്തെ ഹെബ്രോനിൽ സംസ്കരിച്ചു. അങ്ങനെ ആ പറമ്പും അതിലെ ഗുഹയും ഹിത്യരിൽ നിന്ന് തനിക്ക് ഉടമാവകാശമുള്ള കബറിടമായി അബ്രാഹം ഉറപ്പിച്ചു. ഉൽപ്പത്തി അധ്യായം 24. ഇസഹാക്കും റെബേക്കായും. അബ്രാഹം പ്രായം ചെന്ന് വൃദ്ധനായി. കർത്താവ് എല്ലാറ്റിലും അബ്രാഹത്തെ അനുഗ്രഹിച്ചു. തനിക്കുള്ള എല്ലാറ്റിന്റെയും കാര്യസ്ഥനായ തന്റെ ഭവനത്തിലെ മുതിർന്ന ഭൃത്യനോട് അബ്രാഹം പറഞ്ഞു, നിന്റെ കൈ എന്റെ തുടയുടെ കീഴേ വെക്കുക. ഞാൻ പാർക്കുന്ന ഈ നാട്ടിലെ കാനാൻകാരുടെ പെൺമക്കളിൽ നിന്ന് എന്റെ പുത്രന് ഭാര്യയെ തിരഞ്ഞെടുക്കുകയില്ലെന്ന് ആകാശത്തിന്റെ ദൈവവും ഭൂമിയുടെ ദൈവവുമായ കർത്താവിനെ കൊണ്ട് നിന്നെ ഞാൻ സത്യം ചെയ്യിക്കുന്നു. എന്റെ നാട്ടിൽ എന്റെ സഹചരുടെ പക്കൽ ചെന്ന് എന്റെ പുത്രൻ ഇസഹാക്കിന് നീ ഭാര്യയെ കൊണ്ടുവരണം. അപ്പോൾ ആ ദാസൻ അവനോട് ചോദിച്ചു, ഒരു പക്ഷേ ആ സ്ത്രീ എന്റെ പിന്നാലെ ഈ നാട്ടിലേക്ക് വരാൻ തയ്യാറല്ലെങ്കിൽ അങ്ങ് പുറപ്പെട്ടു പോന്ന ആ നാട്ടിലേക്ക് അങ്ങയുടെ പുത്രനെ ഞാൻ ഉറപ്പായും തിരിച്ചു കൊണ്ടുപോകണമോ? അബ്രാഹം അവനോട് പറഞ്ഞു, എന്റെ പുത്രനെ ഒരിക്കലും അങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോകാതിരിക്കാൻ നീ ശ്രദ്ധിക്കണം. എന്റെ പിതൃഭവനത്തിൽ നിന്നും ജന്മനാട്ടിൽ നിന്നും എന്നെ കൊണ്ടുവന്നവനും എന്നോട് സംസാരിച്ചവനും നിന്റെ സന്തതിക്ക് ഈ നാട് ഞാൻ നൽകുമെന്ന് എന്നോട് വാഗ്ദാനം ചെയ്തവനുമായ ആകാശത്തിന്റെ ദൈവമായ കർത്താവ് തന്നെ തന്റെ ദൂതനെ നിനക്ക് മുമ്പേ അയക്കും. നീ അവിടെ നിന്ന് എന്റെ പുത്രന് ഒരു സ്ത്രീയെ കൊണ്ടുവരണം. എന്നാൽ ആ സ്ത്രീ നിന്റെ പിന്നാലെ വരാൻ തയ്യാറല്ലെങ്കിൽ എന്റെ ഈ ശപഥത്തിൽ നിന്ന് നീ മുക്തനായിരിക്കും. എന്റെ പുത്രനെ അങ്ങോട്ട് മടക്കരുതെന്ന് മാത്രം. അപ്പോൾ ഭൃത്യൻ തന്റെ യജമാനനായ അബ്രാഹത്തിന്റെ തുടയുടെ കീഴെ തന്റെ കൈവച്ച് ആ കാര്യത്തെ പ്രതി സത്യം ചെയ്തു. അനന്തരം ഭൃത്യൻ യജമാനന്റെ ഒട്ടകങ്ങളിൽ നിന്ന് 10 ഒട്ടകങ്ങളെയും കൊണ്ട് യാത്രയ്ക്കൊരുങ്ങി. യജമാനന്റെ എല്ലാ വിശിഷ്ട വസ്തുക്കളും അവന്റെ കൈവശമുണ്ടായിരുന്നു. അവൻ എഴുന്നേറ്റ് നാഹോറിന്റെ പട്ടണമായ അറം നഹറായിമിലേക്ക് പോയി. സായംകാലത്ത് വെള്ളം കോരുന്നവർ വരുന്ന സമയത്ത് അവൻ ഒട്ടകങ്ങളെ പട്ടണത്തിന് വെളിയിൽ വെള്ളമുള്ള ഒരു കിണറിനടുത്ത് കിടത്തി. എന്നിട്ട് അവൻ പ്രാർത്ഥിച്ചു, എന്റെ യജമാനനായ അബ്രാഹത്തിന്റെ ദൈവമായ കർത്താവേ, ഇന്ന് എനിക്കിത് സാധിച്ചു തരണമേ. എന്റെ യജമാനനായ അബ്രാഹത്തോട് കരുണ ചെയ്യണമേ. ഇതാ ഞാൻ നീരുറവയ്ക്കരികിൽ നിൽക്കുകയാണ്. നഗരത്തിലെ ആളുകളുടെ പെൺകുട്ടികൾ വെള്ളം കോരാൻ പുറപ്പെട്ടിട്ടുണ്ട്. എനിക്ക് കുടിക്കാനായി നിന്റെ കുടം ചായച്ചു തരിക എന്ന് ഞാൻ പറയുമ്പോൾ കുടിച്ചുകൊള്ളുക, നിന്റെ ഒട്ടകങ്ങൾക്കും ഞാൻ കുടിക്കാൻ കൊടുക്കാമെന്ന് ഏത് പെൺകുട്ടി പറയുന്നുവോ അവളായിരിക്കും അങ്ങയുടെ ദാസനായ ഇസഹാക്കിന് വേണ്ടി അങ്ങ് നിശ്ചയിച്ചിട്ടുള്ളവൾ. എന്റെ യജമാനനോട് അങ്ങ് കരുണ ചെയ്തിരിക്കുന്നുവെന്ന് അവൾ മൂലം ഞാൻ അറിയും. അയാൾ പറഞ്ഞു തീരുന്നതിനു മുമ്പ് ഇതാ അബ്രാഹത്തിന്റെ സഹോദരൻ നാഹോറിന്റെ ഭാര്യ മിൽക്കായുടെ പുത്രൻ ബെത്തുവേലിന് ജനിച്ചവളായ റെബേക്ക വരുന്നു. അവളുടെ തോളിൽ ഒരു കുടമുണ്ടായിരുന്നു. ആ പെൺകുട്ടി കാണാൻ അതിസുന്ദരിയും കന്യകയും പുരുഷനെ അറിയാത്തവളുമായിരുന്നു. അവൾ ഉറവിയിലേക്കിറങ്ങി തന്റെ കുടം നിറച്ച് കയറി വന്നു. ആ ഭൃത്യൻ അപ്പോൾ അവളുടെ അടുത്തെത്താൻ ഓടി. അവൻ പറഞ്ഞു,
ദയവായി നിന്റെ കുടത്തിൽ നിന്ന് കുറച്ച് വെള്ളം എനിക്ക് കുടിക്കാൻ തരിക. പ്രഭു കുടിച്ചാലും അവൾ പറഞ്ഞു. തിടുക്കത്തിൽ കുടം തന്റെ കരത്തിലേക്ക് താഴ്ത്തി അവൾ അവന് കുടിക്കാൻ കൊടുത്തു. അവൻ കുടിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, താങ്കളുടെ ഒട്ടകങ്ങൾക്കും അവ കുടിച്ചു തീരുവോളം ഞാൻ വെള്ളം കോരാം. അവൾ വേഗം വെള്ളം തൊട്ടിയിലേക്ക് പകർത്തി വെള്ളം കോരാൻ വീണ്ടും കിണറ്റിങ്കിലേക്കോടി. അവന്റെ ഒട്ടകങ്ങൾക്കെല്ലാം വെള്ളം കോരി. അയാൾ അവളെ സാഗൂതം നോക്കി നിന്നു. തന്റെ വഴി കർത്താവ് ശുഭമാക്കുന്നോ ഇല്ലയോ എന്നറിയാൻ അയാൾ നിശബ്ദനായി നിന്നു. ഒട്ടകങ്ങൾ കുടിച്ചു കഴിഞ്ഞപ്പോൾ അവൻ അവൾക്കു വേണ്ടി 1/2 ശെക്കൽ തൂക്കമുള്ള ഒരു സ്വർണ്ണ മുക്കുത്തിയും 10 സ്വർണ്ണ തൂക്കമുള്ള 2 കൈവളയും എടുത്തു. അവൻ പറഞ്ഞു, നീ ആരുടെ മകളാണെന്ന് എന്നെ അറിയിച്ചാലും നിന്റെ പിതാവിന്റെ ഭവനത്തിൽ ഞങ്ങൾക്ക് രാപ്പാർക്കാൻ ഇടം കാണുമോ? അവൾ അവനോട് പറഞ്ഞു, നാഹോറിനായി മിൽക്ക പ്രസവിച്ച പുത്രൻ ബെത്തുവേലിന്റെ മകളാണ് ഞാൻ. അവൾ വീണ്ടും പറഞ്ഞു, ഞങ്ങളുടെ പക്കൽ കച്ചിയും തീറ്റയും വേണ്ടുവോളമുണ്ട്, താമസിക്കാൻ ഇടവുമുണ്ട്. അയാൾ കുമ്പിട്ട് കർത്താവിനെ ആരാധിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്റെ യജമാനനായ അബ്രാഹത്തിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. തന്റെ കാരുണ്യവും വിശ്വസ്തതയും അവിടുന്ന് എന്റെ യജമാനനിൽ നിന്ന് പിൻവലിച്ചിട്ടില്ല. എന്നെയാകട്ടെ എന്റെ യജമാനന്റെ സഹോദരങ്ങളുടെ ഭവനത്തിലേക്ക് കർത്താവ് വഴി നയിക്കുകയും ചെയ്തിരിക്കുന്നു. പെൺകുട്ടി ഓടിച്ചെന്ന് തന്റെ അമ്മയുടെ വീട്ടുകാരെ ഇക്കാര്യങ്ങൾ യഥാക്രമം ധരിപ്പിച്ചു. റെബേക്കായ്ക്ക് ലാബാൻ എന്നു പേരുള്ള ഒരു സഹോദരനുണ്ടായിരുന്നു. ലാബാൻ പുറത്ത് ഉറവയുടെ അരികിലേക്ക് ആ മനുഷ്യന്റെ അടുത്തേക്ക് ഓടി. മുക്കുത്തിയും വളകളും തന്റെ സഹോദരി റെബേക്കായുടെ കൈകളിൽ കാണുകയും ആ മനുഷ്യൻ എന്നോടിങ്ങനെ സംസാരിച്ചു എന്ന അവളുടെ വാക്കുകൾ കേൾക്കുകയും ചെയ്തപ്പോൾ അവൻ ആ മനുഷ്യന്റെ അടുത്തേക്ക് ചെന്നു. അതാ അയാൾ ഒട്ടകങ്ങളുടെ സമീപത്ത് ഉറവയ്ക്കരികിൽ നിൽക്കുകയായിരുന്നു. അവൻ പറഞ്ഞു, കർത്താവിന്റെ അനുഗ്രഹീതനെ വരിക. എന്താണ് പുറത്തു നിൽക്കുന്നത്? വീടും ഒട്ടകങ്ങൾക്കുള്ള സ്ഥലവും ഞാൻ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അയാൾ വീട്ടിലേക്ക് വന്നു. അവൻ ഒട്ടകങ്ങളെ അഴിച്ചുവിട്ടു. ഒട്ടകങ്ങൾക്ക് കച്ചിയും തീറ്റയും കൊടുത്തു. ഒപ്പം അയാളുടെ കാലുകളും കൂടെയുള്ള ആളുകളുടെ കാലുകളും കഴുകാൻ വെള്ളവും. തന്റെ മുമ്പിൽ ഭക്ഷണം വിളമ്പവേ അയാൾ പറഞ്ഞു, എന്റെ ദൗത്യം പറയാതെ ഞാൻ ഭക്ഷണം കഴിക്കുകയില്ല. പറഞ്ഞുകൊള്ളുക. അവൻ പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, അബ്രാഹത്തിന്റെ ഭൃത്യനാണ് ഞാൻ. കർത്താവ് എന്റെ യജമാനനെ സമൃദ്ധമായി അനുഗ്രഹിച്ചിരിക്കുന്നു. അദ്ദേഹം വലിയവനായി തീർന്നിരിക്കുന്നു. ആടുമാടുകളെയും വെള്ളിയും സ്വർണവും ദാസന്മാരെയും പരിചാരികമാരെയും ഒട്ടകങ്ങളെയും കഴുതയെയും അവിടുന്ന് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നു. എന്റെ യജമാനന്റെ ഭാര്യ സാറ അവളുടെ വാർദ്ധക്യത്തിൽ എന്റെ യജമാനന് ഒരു പുത്രനെ പ്രസവിച്ചു. തനിക്കുള്ളതെല്ലാം അദ്ദേഹം അവനാണ് കൊടുത്തിരിക്കുന്നത്. എന്റെ യജമാനൻ എന്നെക്കൊണ്ടിങ്ങനെ സത്യം ചെയ്യിച്ചിരിക്കുകയാണ്, ഞാൻ പാർക്കുന്ന നാട്ടിലെ കാനാൻകാരുടെ പുത്രിമാരിൽ നിന്ന് എന്റെ മകന് വധുവിനെ നീ തിരഞ്ഞെടുക്കരുത്. മറിച്ച് എന്റെ പിതൃഭവനത്തിൽ എന്റെ വംശക്കാരുടെ പക്കൽ ചെന്ന് എന്റെ പുത്രന് ഭാര്യയെ കൊണ്ടുവരണം. ഞാൻ എന്റെ യജമാനനോട് ചോദിച്ചു, ഒരു വേള ആ സ്ത്രീ എന്റെ പിന്നാലെ വന്നില്ലെങ്കിലോ? അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ആരുടെ മുമ്പിൽ വ്യാപരിക്കുന്നുവോ ആ കർത്താവ് തന്റെ ദൂതനെ നിന്റെ കൂടെ അയച്ച് നിന്റെ വഴി ശുഭമാക്കും. എന്റെ വംശക്കാരിൽ നിന്ന് എന്റെ പിതൃഭവനത്തിൽ നിന്ന് എന്റെ പുത്രന് നീ ഒരു സ്ത്രീയെ കൊണ്ടുവരിക തന്നെ ചെയ്യും. എന്റെ വംശജരുടെ അടുത്ത് ചെല്ലുന്നത് കൊണ്ട് തന്നെ നീ എന്റെ പ്രതിജ്ഞയിൽ നിന്ന് വിമുക്തനാകും. അവർ അവളെ നിനക്ക് വിട്ടു തന്നില്ലെങ്കിലും എന്റെ പ്രതിജ്ഞയിൽ നിന്ന് നീ വിമുക്തനായിരിക്കും. ഇന്ന് ഞാൻ ഉറവയ്ക്കരികിൽ വന്നപ്പോൾ പറഞ്ഞു, എന്റെ യജമാനായ അബ്രാഹത്തിന്റെ ദൈവമായ കർത്താവേ, ഞാൻ സഞ്ചരിക്കുന്ന വഴി ശുഭമാക്കാൻ അങ്ങ് മനസ്സാകുന്നുവെങ്കിൽ ഇതാ ഞാൻ ഈ നീരുറവയ്ക്കരികിൽ നിൽക്കുന്നു. വെള്ളം കോരാൻ വരുന്ന യുവതിയോട്, ദയവായി നിന്റെ കുടത്തിൽ നിന്ന് എനിക്ക് അല്പം വെള്ളം കുടിക്കാൻ തരിക എന്ന് ഞാൻ പറയുമ്പോൾ കുടിച്ചുകൊള്ളുക. താങ്കളുടെ ഒട്ടകങ്ങൾക്കും ഞാൻ വെള്ളം കോരാമെന്ന് എന്നോട് പറയുന്നവളായിരിക്കും എന്റെ യജമാനന്റെ പുത്രന് കർത്താവ് നിശ്ചയിച്ചിട്ടുള്ള ഭാര്യ. എന്റെ ഉള്ളിൽ ഞാനിത് പറഞ്ഞു തീരും മുമ്പ് ഇതാ തോളിൽ കുടവുമായി റെബേക്ക പുറത്തേക്ക് വരുന്നു. അവൾ ഉറവിയിൽ ഇറങ്ങിച്ചെന്ന് വെള്ളം കോരി. ഞാൻ അവളോട്, ദയവായി എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറഞ്ഞു. അവൾ ഉടനെ കുടം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, കുടിച്ചാലും താങ്കളുടെ ഒട്ടകങ്ങൾക്കും ഞാൻ കുടിക്കാൻ കൊടുക്കാം. ഞാൻ കുടിച്ചു. ഒട്ടകങ്ങൾക്കും അവൾ കുടിക്കാൻ കൊടുത്തു. അപ്പോൾ ഞാൻ അവളോട് അന്വേഷണാർത്ഥം, നീ ആരുടെ മകളാണ് എന്ന് ചോദിച്ചു. നാഹോറിന് മിൽക്ക പ്രസവിച്ച പുത്രനായ ബെത്തുവേലിന്റെ മകളാണ് ഞാൻ എന്ന് അവൾ പറഞ്ഞു. അപ്പോൾ ഞാൻ അവളുടെ മൂക്കിൽ മുക്കുത്തിയും കൈകളിൽ വളകളും അണിയിച്ചു.
അതിനുശേഷം ഞാൻ കുമ്പിട്ട് കർത്താവിനെ ആരാധിച്ചു. എന്റെ യജമാനനായ അബ്രാഹത്തിന്റെ ദൈവമായ കർത്താവിനെ ഞാൻ വാഴ്ത്തി. കാരണം എന്റെ യജമാനന്റെ സഹോദരപുത്രിയെ അദ്ദേഹത്തിന്റെ പുത്രന് വേണ്ടി കൊണ്ടുവരാൻ അവിടുന്ന് എന്നെ നേരായ മാർഗത്തിൽ നയിച്ചു. ഇപ്പോൾ അതുകൊണ്ട് എന്റെ യജമാനനോട് നിങ്ങൾ കാരുണ്യത്തോടും വിശ്വസ്തയോടും കൂടെ പെരുമാറുമെങ്കിൽ എന്നോട് പറയുക, മറിച്ചാണെങ്കിലും എന്നോട് പറയുക, എനിക്ക് വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയാമല്ലോ. അപ്പോൾ ലാബാനും ബെത്തുവേലും മറുപടിയായി പറഞ്ഞു, ഇക്കാര്യം കർത്താവിൽ നിന്ന് വന്നതാണ്. ഞങ്ങൾക്ക് നിന്നോട് ദോഷമോ ഗുണമോ പറയാനാവില്ല. ഇതാ റിബേക്ക നിന്റെ മുൻപിൽ കൊണ്ടുപോയിക്കൊള്ളുക. കർത്താവ് അരുൾ ചെയ്തതുപോലെ അവൾ നിന്റെ യജമാനന്റെ മകന് ഭാര്യയാകട്ടെ. അവരുടെ വാക്കുകൾ കേട്ടപ്പോൾ അബ്രാഹത്തിന്റെ ഭൃത്യൻ കർത്താവിനെ നിലം പറ്റി വണങ്ങി. അനന്തരം ആ ഭൃത്യൻ വെള്ളിയാഭരണങ്ങളും സ്വർണ്ണാഭരണങ്ങളും വസ്ത്രങ്ങളും പുറത്തെടുത്ത് റെബേക്കായ്ക്ക് കൊടുത്തു. വിലപിടിപ്പുള്ള വസ്തുക്കൾ അവൻ അവളുടെ സഹോദരനും അമ്മയ്ക്കും കൊടുത്തു. അവനും കൂടെയുണ്ടായിരുന്നവരും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും അവിടെ രാപ്പാർക്കുകയും ചെയ്തു. പുലർച്ചെ എഴുന്നേറ്റ് അവൻ പറഞ്ഞു, എന്റെ യജമാനന്റെ അടുത്തേക്ക് എന്നെ പറഞ്ഞയച്ചാലും. അവളുടെ സഹോദരനും അമ്മയും പറഞ്ഞു, കുറച്ചുനാൾ അല്ലെങ്കിൽ 10 ദിവസം പെൺകുട്ടി ഞങ്ങളോടൊപ്പം പാർക്കട്ടെ, അത് കഴിഞ്ഞ് അവൾക്ക് പോകാം. അവൻ അവരോട് പറഞ്ഞു, എന്നെ വൈകിപ്പിക്കരുത്. കർത്താവ് എന്റെ വഴി ശുഭമാക്കിയിരിക്കുകയാണ്. എന്റെ യജമാനന്റെ അടുത്തേക്ക് പോകാൻ എന്നെ പറഞ്ഞയച്ചാലും. അവർ പറഞ്ഞു, നമുക്ക് പെൺകുട്ടിയെ വിളിച്ച് അവളുടെ അഭിപ്രായം ചോദിക്കാം. അവർ റെബേക്കായെ വിളിച്ച്, നീ ഈ മനുഷ്യനോട് കൂടെ പോകുന്നുവോ എന്ന് ചോദിച്ചു. ഞാൻ പോകുന്നു എന്ന് അവൾ മറുപടി പറഞ്ഞു. അവർ അവരുടെ സഹോദരി റെബേക്കായെയും അവളുടെ തോഴിയെയും അബ്രാഹത്തിന്റെ ഭൃത്യനെയും അവന്റെ ആൾക്കാരെയും പറഞ്ഞയച്ചു. റെബേക്കായെ ആശീർവദിച്ചുകൊണ്ട് അവർ അവളോട് പറഞ്ഞു, ഞങ്ങളുടെ സഹോദരി, നീ 10,000-ന്റെ 1000-ങ്ങളായി തീരട്ടെ. നിന്റെ സന്തതി തന്നെ വെറുക്കുന്നവരുടെ കവാടം കൈവശമാക്കട്ടെ. റെബേക്കായും അവളുടെ ഭൃത്യകളും എഴുന്നേറ്റ് ഒട്ടകപ്പുറത്ത് കയറി അയാളെ അനുഗമിച്ചു. അങ്ങനെ ആ ദാസൻ റെബേക്കായെയും കൂട്ടി യാത്രയായി. ആ ഇടയ്ക്ക് ഇസഹാക്ക് ബേർ ലഹായിറോയുടെ സമീപത്ത് നിന്ന് വന്ന് നെഗബ് ദേശത്ത് താമസിക്കുകയായിരുന്നു. വയലിൽ ധ്യാനിച്ച് സായാഹ്നം ചെലവഴിക്കാൻ ഇസഹാക്ക് പുറത്തിറങ്ങി. അവൻ ദൃഷ്ടികൾ ഉയർത്തിയപ്പോൾ കണ്ടു, ഇതാ ഒട്ടകങ്ങൾ വരുന്നു. റെബേക്ക കണ്ണുകൾ ഉയർത്തിയപ്പോൾ ഇസഹാക്കിനെ കണ്ട് ഒട്ടകപ്പുറത്തു നിന്ന് വേഗമിറങ്ങി. അവൾ ഭൃത്യനോട് ചോദിച്ചു, വയലിലൂടെ നമുക്ക് അഭിമുഖമായി നടന്നു വരുന്ന ആ പുരുഷൻ ആരാണ്? ഭൃത്യൻ പറഞ്ഞു, അതെന്റെ യജമാനനാണ്. ഉടനെ അവൾ മൂടുപടമെടുത്ത് സ്വയം മറച്ചു. താൻ ചെയ്ത എല്ലാ കാര്യങ്ങളും ഭൃത്യൻ ഇസഹാക്കിനോട് വിവരിച്ചു. ഇസഹാക്ക് തന്റെ അമ്മ സാറായുടെ കൂടാരത്തിലേക്ക് റെബേക്കായെ കൂട്ടിക്കൊണ്ടുവന്നു. അവൻ അവളെ സ്വീകരിച്ചു. അവൾ അവന് ഭാര്യയായി തീർന്നു. അവൻ അവളെ സ്നേഹിച്ചു. അങ്ങനെ തന്റെ അമ്മയുടെ മരണശേഷം ഇസഹാക്ക് സമാശ്വാസം കണ്ടെത്തി. സങ്കീർത്തനങ്ങൾ 21 മുതൽ 23 വരെ. സങ്കീർത്തനം 21. രാജാവിന് വേണ്ടി കൃതജ്ഞത. കർത്താവേ, അങ്ങയുടെ ബലത്തിൽ രാജാവ് സന്തോഷിക്കുന്നു. അങ്ങയുടെ സഹായത്തിൽ അവൻ എത്രയധികം ആനന്ദിക്കുന്നു. അവന്റെ ഹൃദയാഭിലാഷം അങ്ങ് അവന് സാധിച്ചു കൊടുത്തു. അവന്റെ അധരങ്ങളുടെ അഭീഷ്ടം അങ്ങ് നിഷേധിച്ചില്ല. തീർച്ചയായും അങ്ങ് അവന് നന്മയുടെ അനുഗ്രഹങ്ങൾ മുൻകൂട്ടി നൽകി. അവന്റെ ശിരസിന് തങ്കക്കിരീടം ചാർത്തി. അവൻ അങ്ങയോട് ജീവൻ യാചിച്ചപ്പോൾ അങ്ങ് അവന് നൽകിയതോ എന്നേക്കും ദീർഘായുസ്. അങ്ങയുടെ സഹായം കൊണ്ട് അവന്റെ മഹത്വം വലുതായിരുന്നു. അങ്ങ് അവന്റെ മേൽ പ്രതാപവും പ്രാഭവവും പതിച്ചു. അങ്ങ് അവനെ എന്നേക്കും അനുഗ്രഹങ്ങൾ അണിയിച്ചു. തിരുസാന്നിധ്യ സന്തോഷം കൊണ്ട് അങ്ങ് അവനെ ആമോദിപ്പിച്ചു. കർത്താവിലും അത്യുന്നതന്റെ കാരുണ്യത്തിലും ആശ്രയിക്കുന്നതിനാൽ രാജാവ് കുലുങ്ങുകയില്ല. അങ്ങയുടെ കൈ സകല ശത്രുക്കളെയും തിരഞ്ഞെത്തും. അങ്ങയുടെ വലതുകരം അങ്ങയെ വെറുക്കുന്നവരെ കണ്ടെത്തും. അങ്ങയുടെ പ്രത്യക്ഷ സമയത്ത് അവരെ അങ്ങ് തീച്ചൂള പോലെയാക്കും. കർത്താവ് തന്റെ ക്രോധത്തിൽ അവരെ വിഴുങ്ങും. അഗ്നി അവരെ ദഹിപ്പിക്കും. ഭൂമിയിൽ നിന്ന് അവരുടെ ഫലവും മനുഷ്യമക്കളിൽ നിന്ന് അവരുടെ സന്തതിയെയും അങ്ങ് നശിപ്പിക്കും. അവർ അങ്ങേക്കെതിരെ തിന്മ വിചാരിച്ചാലും അങ്ങേക്കെതിരെ ഉപജാപം നിരൂപിച്ചാലും വിജയിക്കുകയില്ല. എന്തെന്നാൽ അവരുടെ മുഖത്തിനു നേരെ വില്ലുകുലച്ച് അങ്ങ് അവരെ പുറംതിരിയാനിടയാക്കും. കർത്താവേ, അങ്ങയുടെ ശക്തിയിൽ അങ്ങ് ഉയർന്നാലും അങ്ങയുടെ പ്രബല്യം ഞങ്ങൾ പാടി പ്രകീർത്തിക്കും. സങ്കീർത്തനം 22. പരിത്യക്തന്റെ രോദനവും പ്രത്യാശയും. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങ് എന്നെ ഉപേക്ഷിച്ചു? എന്നെ രക്ഷിക്കുന്നതിൽ നിന്നും എന്റെ രോദന മൊഴികളിൽ നിന്നും അങ്ങ് അകന്നു നിൽക്കുന്നത് എന്തുകൊണ്ട്? എന്റെ ദൈവമേ, ഞാൻ പകൽ വിളിച്ചപേക്ഷിച്ചാൽ അങ്ങ് ഉത്തരമരുളുന്നില്ല. രാത്രിയിലായാലും എനിക്ക് വിശ്രമമില്ല.
ഇസ്രായേലിന്റെ സ്തുതികളിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ, അങ്ങ് പരിശുദ്ധനാണ്. അങ്ങയിൽ ഞങ്ങളുടെ പിതാക്കന്മാർ ആശ്രയിച്ചു, അവർ ആശ്രയിച്ചു, അങ്ങ് അവരെ മോചിപ്പിച്ചു. അങ്ങയോട് അവർ നിലവിളിച്ചു, അവർ രക്ഷിക്കപ്പെട്ടു. അങ്ങയിൽ അവർ ആശ്രയിച്ചു, അവർ ലജ്ജിതരായില്ല. ഞാനാകട്ടെ ഒരു കൃമിയാണ്, മനുഷ്യനല്ല, മനുഷ്യർക്ക് നിന്ദാപാത്രവും ജനത്തിന് പരിഹാസ വിഷയവും. എന്നെ കാണുന്നവരെല്ലാം എന്നെ പുച്ഛിക്കുന്നു. അവർ കൊഞ്ഞനം കുത്തുകയും തല കുലുക്കുകയും ചെയ്യുന്നു. കർത്താവിൽ ആശ്രയിച്ചാൽ അവിടുന്ന് അവനെ രക്ഷിച്ചുകൊള്ളും. അവനിൽ പ്രസാദിച്ചിരിക്കുന്നതിനാൽ അവനെ മോചിപ്പിച്ചുകൊള്ളും. അങ്ങാണല്ലോ എന്നെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തെടുത്തത്, എന്നെ എന്റെ അമ്മയുടെ മാറിടത്തിൽ ആശ്രയിക്കാനിടയാക്കിയത്. ഗർഭപാത്രത്തിൽ നിന്ന് അങ്ങയിലേക്കാണ് ഞാൻ വന്നു വീണത്. എന്റെ അമ്മയുടെ ഉദരം മുതൽ തന്നെ അങ്ങാണ് എന്റെ ദൈവം. അങ്ങ് എന്നിൽ നിന്ന് അകന്നു നിൽക്കരുതേ. എന്തെന്നാൽ ദുരിതം അടുത്തിരിക്കുന്നു, സഹായകൻ ഇല്ലതാനും. അനേകം കാളകൾ എന്നെ വളഞ്ഞിരിക്കുന്നു, ഭാഷാൻ കാളക്കുറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു. അവ എന്റെ നേരെ വായ് പിളർന്നിരിക്കുന്നു. അലറിക്കൊണ്ട് കടിച്ചു കീറുന്ന സിംഹം. വെള്ളം പോലെ ഞാൻ ഒഴിച്ചു കളയപ്പെടുന്നു. എന്റെ അസ്ഥികളെല്ലാം ഇണക്കം തെറ്റിയിരിക്കുന്നു. എന്റെ ഹൃദയം മെഴുകുപോലെയായി, എന്റെ നെഞ്ചിനുള്ളിൽ അത് ഉരുകുന്നു. എന്റെ ശക്തി ഓടിൻ കഷ്ണം പോലെ വരണ്ടിരിക്കുന്നു. എന്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിയിരിക്കുന്നു. അങ്ങ് എന്നെ മരണത്തിന്റെ പൂഴിയിൽ വിട്ടിരിക്കുന്നു. നായ്ക്കൾ എന്നെ വളഞ്ഞിരിക്കുന്നു, ദുഷ്കർമ്മികളുടെ സംഘം എന്നെ പൊതിഞ്ഞിരിക്കുന്നു. അവർ എന്റെ കൈകാലുകൾ കുത്തിത്തുളച്ചു. എന്റെ അസ്ഥികളെല്ലാം എനിക്ക് എണ്ണാമെന്നായി. അവർ എന്നെ നോക്കി രസിക്കുന്നു. അവർ എന്റെ വസ്ത്രങ്ങൾ തങ്ങൾക്കായി പങ്കിടുന്നു. എന്റെ മേലങ്കിക്കായി അവർ നറുക്കിടുന്നു. കർത്താവെ, അങ്ങ് അകന്നു നിൽക്കരുതേ. എനിക്ക് തുണയായവനെ, എന്റെ സഹായത്തിന് ഓടി വരണമേ. എന്റെ ആത്മാവിനെ വാളിൽ നിന്ന് മോചിപ്പിക്കണമേ. എന്റെ ജീവനെ നായുടെ പിടിയിൽ നിന്നും, സിംഹത്തിന്റെ വായിൽ നിന്നും, കാട്ടുപോത്തുകളുടെ കൊമ്പുകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. അങ്ങ് എനിക്ക് ഉത്തരമരുളിയിരിക്കുന്നു. ഞാൻ അങ്ങയുടെ നാമം എന്റെ സഹോദരരോട് പ്രഘോഷിക്കും. സഭാമധ്യേ ഞാൻ അങ്ങയെ സ്തുതിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെ അവിടുത്തെ സ്തുതിക്കുവിൻ. യാക്കോബിന്റെ സകല സന്തതി ഗണമേ, അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ. ഇസ്രായേലിന്റെ സകല സന്തതി ഗണമേ, അവിടുത്തെ ഭയപ്പെടുവിൻ. എന്തെന്നാൽ പീഡിതന്റെ കഷ്ടപ്പാട് അവിടുന്ന് അവഗണിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്തില്ല. തിരുമുഖം അവനിൽ നിന്ന് മറച്ചുമില്ല. സഹായത്തിനായി കേണപ്പോൾ അവനെ അവിടുന്ന് കേട്ടു. മഹാസഭയിൽ അങ്ങേ പ്രതിയായിരിക്കും എന്റെ സ്തുതി. അവിടുത്തെ ഭയപ്പെടുന്നവരുടെ മുൻപിൽ ഞാൻ എന്റെ നേർച്ചകൾ നിറവേറ്റും. പീഡിതർ ഭക്ഷിച്ച് തൃപ്തരാകും. കർത്താവിനെ അന്വേഷിക്കുന്നവർ അവിടുത്തെ സ്തുതിക്കും. അവരുടെ ഹൃദയം എന്നേക്കും ജീവിക്കട്ടെ. ഭൂമിയുടെ അതിർത്തികളെല്ലാം കർത്താവിനെ അനുസ്മരിക്കുകയും അവിടുത്തെ പക്കലേക്ക് തിരിയുകയും ചെയ്യും. ജനതകളുടെ എല്ലാ വംശങ്ങളും അങ്ങേ സന്നിധിയിൽ ആരാധിക്കും. എന്തെന്നാൽ രാജ്യത്വം കർത്താവിൻ്റെതാണ്. അവിടുന്ന് ജനതകളെ ഭരിക്കുന്നു. ഭൂമിയിൽ സമൃദ്ധിയുള്ളവരെയെല്ലാം ഭക്ഷിക്കുകയും ആരാധിക്കുകയും ചെയ്യും. സ്വന്തം ജീവൻ നിലനിർത്താനാവാതെ പൊടിയിലേക്ക് ഇറങ്ങുന്ന എല്ലാവരും അവിടുത്തെ മുൻപിൽ പ്രണമിക്കും. സന്തതി പരമ്പര അവിടുത്തെ സേവിക്കും. തലമുറകളോട് കർത്താവിനെക്കുറിച്ച് വിവരിക്കപ്പെടും. അവിടുന്നാണ് അത് നടപ്പാക്കിയതെന്ന് അവർ വന്ന് ജനിക്കാനിരിക്കുന്ന ജനത്തോട് അവിടുത്തെ നീതിയെക്കുറിച്ച് വർണ്ണിക്കും. സങ്കീർത്തനം 23. കർത്താവ് എൻ്റെ ഇടയൻ. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചപ്പുൽ തകിടികളിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടുന്ന് എന്നെ ഉജ്ജീവിപ്പിക്കുന്നു. തന്റെ നാമത്തെ പ്രതി നീതിയുടെ ചാലുകളിലൂടെ എന്നെ നയിക്കുന്നു. മരണനിഴൽ വീണ താഴ്വരയിലൂടെ നടന്നാലും ഒരനർത്ഥവും ഞാൻ ഭയപ്പെടുകയില്ല. എന്തെന്നാൽ അങ്ങ് എൻ്റെ കൂടെയുണ്ട്. അങ്ങയുടെ ദണ്ഡും ഊന്നുവടിയും അവയാണ് എന്നെ സമാശ്വസിപ്പിക്കുന്നത്. എന്റെ എതിരാളികൾക്കെതിരെ എന്റെ മുൻപിൽ അങ്ങ് മേശയൊരുക്കുന്നു. അങ്ങ് എന്റെ ശിരസ് തൈലം പൂശുന്നു. എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. എന്റെ ജീവിതകാലം മുഴുവൻ നന്മയും കരുണയും ഉറപ്പായും എന്നെ പിന്തുടരും. കർത്താവിന്റെ ഭവനത്തിൽ ഞാൻ ദീർഘകാലം വസിക്കും.